അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏപ്രിൽ 4 അതുപോലെ തന്നെ ഷവ്വാൽ 16 കേട്ടോ. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കാബാലയം കണ്ണിറയെ കാണാം. അതിലൊരുപാട് പേര് എപ്പോഴും ദുആ ചെയ്യാൻ പറയാറുണ്ട്. കാബാലയം കാണുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യലുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ, സൗഹൃദങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു റഹ്മത്തും ബറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മമാർ ഉപ്പമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു ആരോഗ്യം നൽകട്ടെ. ആമീൻ. അവരെ സംരക്ഷിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, സ്വാലിത്തായിട്ടുള്ള മക്കൾ, എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന മക്കൾ. പഠിച്ചവനെ അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിൻ്റെ സ്വഭാബുകൾ അവരുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് രോഗികളുണ്ട്, അവരുടെ രോഗങ്ങളിലൊക്കെ അള്ളാഹു കാമിലാശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ ഇടയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. എപ്പോഴും കാബാലയം കാണുമ്പോൾ ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഞാനെപ്പോഴും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയ അവസരങ്ങൾ നിങ്ങൾക്കും കൂടി എത്തിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. ഈ ഏപ്രിൽ 4 അള്ളാഹുവിൻ്റെ ഒരു മഹത്തരമായൊരു പ്രഭാതം നിങ്ങളുടെ കുടുംബങ്ങളിൽ അള്ളാഹു എത്തിച്ചേരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇവിടെ എൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ ദുആയിൽ നമ്മൾ ഉൾപ്പെടട്ടെ. അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം ഏകദേശം കണ്ടോ, 5:30 മണിയായി. ബ്ലോക്കിൽ ഉണ്ടോ. എന്നാൽ പടച്ചറബിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.